ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷ്വൽസൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്തുവായെന്ന് അറിയാം. നമ്മൾ ഡിറ്റക്റ്റീവ് മെഹുലണ്ണനാണ് ഇന്ന്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അത്രേ എനിക്ക് പറയാൻ ഉള്ളൂ. മോഷണം നടന്നു. ആ സമയം വീട്ടിൽ 3 ജോലിക്കാരുണ്ടായിരുന്നു. ശരി. ചോദ്യം ചെയ്തപ്പോൾ ഒന്നാമത്തെ ജോലിക്കാരൻ പറഞ്ഞു, ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന എല്ലാ ഫ്രൂട്ട്സും തീർന്നിരുന്നു. അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോയതാണ്. രണ്ടാമത്തെ ജോലിക്കാരൻ പറഞ്ഞു, ഞാൻ മാതളം കൊണ്ടുള്ള ജ്യൂസ് ഉണ്ടാക്കുകയായിരുന്നു. മൂന്നാമത്തെ ജോലിക്കാരൻ പറഞ്ഞു, ഞാൻ ഫലവൃക്ഷങ്ങൾക്ക് വെള്ളം ഒഴിക്കുകയായിരുന്നു. എന്നാൽ മെഹുലിന് മനസ്സിലായി ഈ 3 പേരിൽ ആരാണ് കള്ളം പറയുന്നത് എന്ന്. എന്താ നിങ്ങൾക്ക് പറയാമോ ഇതിൽ ആരാണ്? ഇവിടെ ഇവൻ കടയിൽ സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോൾ പിന്നെ ഇവൻ എങ്ങനെ ഈ പൊട്ടൻ എങ്ങനെ ഈ മാതളം ജ്യൂസ് അടിക്കുന്നവൻ എങ്ങനെ പിന്നെ മാതളം വെച്ച് മാതളം ഒരു ഫ്രൂട്ടല്ലേ, അത് വെച്ച് എന്നത്തിനാണ് അടിക്കുന്നത്? ഫ്രൂട്ടെല്ലാം തീർന്നിരിക്കുവാണ്. നമ്മൾ ബുദ്ധി വെച്ചു നമുക്ക്. പിന്നെ ഇവൻ എന്തോ മരത്തിനൊക്കെ ഒഴിക്കുക, അത് കുഴപ്പമില്ല. ഉത്തരം നോക്കാം. ഒന്നാമത്തെ ജോലിക്കാരൻ പറഞ്ഞത് വീട്ടിലുള്ള എല്ലാ ഫ്രൂട്ട്സും തീർന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ജോലിക്കാരൻ എങ്ങനെയാണ് മാതളം കൊണ്ടുള്ള ജ്യൂസ് ഉണ്ടാക്കുന്നത്? ജോലിക്കാരൻ അവൻ പറഞ്ഞത് ഫലവൃക്ഷങ്ങൾക്ക് വെള്ളം ഒഴിക്കുകയായിരുന്നു എന്നാണ്. വീട്ടിൽ തന്നെ ഫലവൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ എന്തിനാണ് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി? മെഹുൽ വീട്ടിന്റെ പിറകിൽ പോയി അവിടെ പറഞ്ഞതുപോലെ ഒരു വലിയ ഫലവൃക്ഷ തോട്ടമുണ്ട്. എന്നാൽ തോട്ടത്തിൽ ഫ്രൂട്ട്സ് ഒന്നുമില്ല. ആ തോട്ടത്തിൽ 2 സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. മെഹുൽ അവരെ ചോദ്യം ചെയ്തു. ഒന്നാമത്തെ സ്ത്രീ പറഞ്ഞു, സർ, ഇന്നലെ രാത്രി നല്ല മഴയും നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മരത്തിലെ ഇലകളെല്ലാം അവിടെ ഇവിടെയായി വീണിരുന്നു. ഞാൻ അവയൊക്കെ വൃത്തിയാക്കുകയായിരുന്നു. രണ്ടാമത്തെ സ്ത്രീ പറഞ്ഞു, ഞാൻ മാങ്ങയുടെ ഇലകൾ ശേഖരിക്കാൻ വന്നതാണ്. എനിക്ക് ഒന്നും അറിയില്ല. എന്നാൽ മെഹുലിന് മനസ്സിലായി ഇതിൽ ഒരു സ്ത്രീ കള്ളം പറയുകയാണെന്ന്. എന്താ ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ? പറയാം. നമ്മുടെ കഴിഞ്ഞ റെയ്ഡ് ആദ്യത്തെ ഒരുത്തൻ പറഞ്ഞു ഞാൻ വെള്ളം ഒഴിക്കുവാന്ന്, മറ്റേ ഇതിനെന്തുവാ ഫലവൃക്ഷങ്ങൾക്ക്. പിന്നെ ഇന്നലെ ഇത്രയും മഴ ഉണ്ടായിട്ട് പിന്നെ എന്നാത്തില്ല അവൻ ഇത് വെള്ളം ഒഴിച്ചത്. അപ്പോൾ എൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൂമ്പ ചേച്ചിയാണ്, തൂമ്പ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചി. ഒന്നാമത്തെ സ്ത്രീ പറഞ്ഞത് രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ജോലിക്കാരൻ കള്ളം പറയുകയാണ്. കാരണം അവൻ തോട്ടത്തിൽ വെള്ളം ഒഴിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. രാത്രിയിൽ നല്ല മഴ പെയ്തുവെങ്കിൽ എന്തിനാണ് രാവിലെ പിന്നെയും മരങ്ങൾക്ക് വെള്ളം ഒഴിക്കുന്നത്? അവൻ പറഞ്ഞു, ഒന്നാമത്തെ ജോലിക്കാരനും എന്റെ ഒപ്പമുണ്ട്. മറ്റാരൊക്കെയാണ് നിങ്ങളുടെ ഒപ്പമുള്ളത്? ഒന്നാമൻ പറഞ്ഞു, ഞങ്ങളുടെ ഒപ്പം ഒരാൾ കൂടിയുണ്ട്. അവൻ ഇവിടുന്ന് സ്വർണ്ണമെല്ലാം മോഷ്ടിച്ച് ജുവലറിയിൽ വിൽക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. ജുവലറിയിൽ എത്തിച്ചേർന്നു. അവിടെ മെഹുൽ 3 പേരെ കണ്ടു. എന്താ നിങ്ങൾക്ക് ഈ 3 പേരെയും നോക്കി പറയാമോ ഇതിൽ ആ മോഷ്ടാവ് ആരാണെന്ന്? ആലോചിക്കൂ, എന്നിട്ട് നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. ഇവനൊരു പാവം കേട്ടോ, പാവം ചെറുക്കൻ, നന്നായിട്ട് പണി ചെയ്യുന്നത്. ഇവനെ പിന്നെ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല, വാഴ. പിന്നെ ഈ അണ്ണാച്ചിയുടെ കൈ കണ്ടോ? ഇവന്മാരുടെയൊക്കെ കയ്യിൽ ഓരോ സാധനങ്ങളേ ഉള്ളൂ. പക്ഷെ ഈ അണ്ണാച്ചിയുടെ കയ്യിൽ ആണെങ്കിൽ ഈ സാധനം മൊത്തം ഉണ്ട്. അങ്ങനെ അപ്പോൾ ഈ അണ്ണാച്ചിയല്ലേ ഈ മറ്റേ മീശ വെച്ചേക്കുന്നത്? സീലെ അണ്ണാച്ചിയാണ്. ഞാൻ പറയുന്നു സീലെ അണ്ണാച്ചിയായിരുന്നു. നിങ്ങളെന്താ പറയുന്നത്? കമൻറ്റ് ചെയ്യുക കേട്ടോ, നോക്കാം. ശരി, ഉത്തരം നോക്കാം. ബാക്കിയുള്ള 2 പേരും സ്വർണം എടുത്തു നോക്കുകയാണ്. എന്നാൽ മൂന്നാമത്തെ ആളുടെ കയ്യിൽ നോക്കൂ, വ്യത്യസ്തമായ ഒരുപാട് ജ്വല്ലറി ഉണ്ട്. ഒരേ സമയം എങ്ങനെയാണ് ഇവന്റെ കയ്യിൽ വ്യത്യസ്തമായ ആഭരണങ്ങൾ വന്നത്? അപ്പോൾ അവൻ അത് വിൽക്കാൻ വന്നതാണ്. മെഹുൽ അത് മനസ്സിലാക്കി. എന്നിട്ട് അവനെ പിടികൂടി. ഡിറ്റക്റ്റീവ് മെഹുൽ റോക്സ്. അടുത്ത റെഡ് നോക്കുന്നില്ല, ഞാൻ നോക്കിയായിരുന്നു. തീപ്പെട്ടി വെച്ച എന്തോ സാധനമാണ്. നമുക്ക് അടുത്ത റെഡിലോട്ട് പോവാം. ശേഷം മെഹുൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ മെഹുൽ 1 ഗ്ലാസ് ലെമൺ ജ്യൂസ് കുടിച്ചു. അതിനുശേഷം 1/2 ഗ്ലാസ് ആപ്പിൾ ജ്യൂസ് ആണ് കുടിക്കുന്നത്. പിന്നീട് 1/2 ഗ്ലാസ് മാംഗോ ജ്യൂസും കുടിക്കും. കുറച്ചു കഴിഞ്ഞപ്പോൾ മെഹുലിന് വീണ്ടും വിശപ്പ് അനുഭവപ്പെടുന്നു. അപ്പോൾ അയാൾ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ ഇരിക്കുന്നത് കണ്ടു. പപ്പായ, ഓറഞ്ച് ജ്യൂസുകൾ. മെഹുൽ ഒരു പാറ്റേൺ അനുസരിച്ച് ജ്യൂസുകൾ കുടിക്കുവാൻ തുടങ്ങി. മെഹുൽ അടുത്തതായി ഏത് ജ്യൂസാണ് കുടിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ?
ഞാൻ ഓർക്കട്ടെ, 1 മിനിറ്റ്. ABCDEFGHIJKLMNO P. ആദ്യം G കഴിക്കും, എന്നിട്ട് A കഴിക്കും, എന്നിട്ട് P ആണോ? അങ്ങനെ ആയിരിക്കും. ഇനി നമുക്ക് മെഹുൽ ആദ്യം ലെമൺ ജ്യൂസ് ആണ് കുടിച്ചത്. ലെമണിൽ 5 ലെറ്റേഴ്സ് ഉണ്ട്. അതിനുശേഷം അയാൾ ആപ്പിൾ ജ്യൂസ് ആണ് കുടിച്ചത്. ആപ്പിളിൽ പിന്നെയും 5 ലെറ്റേഴ്സ് ആണ്. പിന്നീട് മാംഗോ ജ്യൂസും കുടിച്ചു. അതിലും 5 ലെറ്റേഴ്സ്. ഫ്രിഡ്ജിലിരിക്കുന്ന ഗുവ, പപ്പായ, ഓറഞ്ച് ജ്യൂസുകളിൽ ഗുവയ്ക്ക് മാത്രമാണ് 5 ലെറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ അടുത്തതായി മെഹുൽ ഗുവ ജ്യൂസ് കുടിക്കും. ജങ്ക് ഫുഡ്സ് ആണ് കഴിക്കുന്നത്. അത് ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ്. നമ്മൾ രാവിലെ പാലും ജ്യൂസും മറ്റുമൊക്കെയാണ് കുടിക്കേണ്ടത്. അതിനുശേഷം മെഹുൽ റെഡിയായി തന്റെ വീടിനടുത്തുള്ള സ്കൂളിലേക്ക് പോകും. അവിടെ ഞായറാഴ്ച എക്സ്ട്രാ ക്ലാസ്സിനായി കുറച്ച് കുട്ടികൾ എത്തിയിട്ടുണ്ട്. ഈ കുട്ടികൾ പഠിക്കുവാൻ അല്പം പിറകിലോട്ടാണ്. അതിനാൽ ക്ലാസ്സിലെത്തിയിട്ട് മെഹുൽ ബ്ലാക്ക് ബോർഡിൽ ഒരു മാത്തമാറ്റിക്സിന്റെ പ്രോബ്ലം എഴുതുന്നു. ആർക്കാണോ ഇതിന്റെ ശരിയുത്തരം കണ്ടെത്താൻ കഴിയുന്നത് അവർക്ക് ഞാൻ 2 ഗ്ലാസ് ജ്യൂസ് തരുന്നതായിരിക്കും. 4 + 4 multiplied by 4 കണ്ടെത്തുന്നതിനായി ശ്രമിക്കുന്നു. നിങ്ങളും ശ്രമിക്കൂ. എന്നിട്ട് ആ ഉത്തരം എന്നെ കമന്റായി അറിയിക്കൂ. നോക്കട്ടെ, ഞാൻ മാത്സിൽ ഭയങ്കര വീക്കാണ്, എന്നാലും നോക്കാം. 4 + 4 8 × 4 8 60. എനിക്ക് മാത്സ് വലുതായിട്ട് അറിയത്തില്ല. എൻ്റെ മാത്സ് മിസ് ഇതാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഇച്ചിരി ഇട്ട് തരണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ബോർഡ് മാസ് നിയമം അനുസരിച്ച് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ്. അപ്പോൾ 4 × 4ന്റെ ഉത്തരം 16 + 4 20 + 4 24. 3 കുട്ടികൾ അതിന്റെ ശരിയായ ഉത്തരം കണ്ടെത്തിയിരുന്നു. അവർക്ക് ജ്യൂസും നൽകുന്നു. അപ്പോഴേക്കും മെഹുലിന്റെ ഫോണിൽ ഒരു കോൾ വരുന്നു. നഗരത്തിൽ ഒരു ഉണങ്ങി വരേണ്ട കുളത്തിൽ ഒരു ഡെഡ് ബോഡി കിടക്കുന്നതായി മെഹുലിന് വിവരം കിട്ടുന്നു. മെഹുൽ ഉടൻ തന്നെ തന്റെ കാറിൽ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. കുളം മുഴുവനും വറ്റി വരണ്ടിരുന്നുവെങ്കിലും അതിന് ചുറ്റിലും നനവും ചെളിയും ഉണ്ടായിരുന്നു. മെഹുലിന് ഫോൺ ചെയ്തയാൾ ആ കുളത്തിന്റെ കരയിൽ നിൽപ്പുണ്ടായിരുന്നു. ആ ഡെഡ് ബോഡി എത്ര നേരമായിട്ട് ഇവിടെ കിടക്കുകയായിരുന്നു? സർ, ഞായറാഴ്ച ആയതിനാൽ വെറുതെ നടക്കുവാനായി കുളത്തിന്റെ കരയിൽ എത്തിയതാണ്. അപ്പോഴാണ് അവിടെ ഒരു ചെറിയ പ്രോബ്ലം, സോറി, കിടക്കുന്നത് കണ്ടത്. അപ്പോൾ തന്നെ അവിടെ കൊണ്ടിടുകയായിരുന്നു. ലോജിക്കൽ ആർമി, ആരോ ആ ഡെഡ് ബോഡി അവിടെ കൊണ്ടിട്ടതാണെന്ന് മെഹുലിന് എങ്ങനെ മനസ്സിലായി എന്ന് പറയാമോ? നോക്കട്ടെ, മെഹുൽ ഇരുന്ന് അവിടെ കിടന്ന് ചിരിക്കുന്നു. എൻ്റെ മുഖത്തിലൂടെ നോക്കിയേ. ആരുടെയോ കാൽപാദമുണ്ട് അല്ലേ? അതല്ലേ ശരി ഉത്തരം? ആണോ? ആ ശരിയാ, കാൽപാദമുണ്ട്. കുളത്തിന്റെ ചുറ്റും നന്നായി ശ്രദ്ധിക്കും. അവിടെ മണ്ണിൽ നല്ല നനവുണ്ടായിരുന്നു. എന്നാൽ ആ മണ്ണിൽ ആരുടെയും കാൽപ്പാടുകൾ കാണുവാനുണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ആ ഡെഡ് ബോഡി ആരെങ്കിലും ദൂരെ നിന്ന് എടുത്തെറിഞ്ഞതായിരിക്കും. ഇവിടെ മുഴുവൻ ചെളിയാണ്. ഷൂസ് ഊരി പാന്റ് മടക്കി വെച്ച് വേണം അതിനടുത്തേക്ക് പോകാൻ. മെഹുൽ ഷൂസ് അഴിച്ചു വെച്ച് ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് നടക്കുന്നു. മെഹുലിന്റെ കാൽ മുഴുവനും ചെളിയായി. കാൽ ചെളിയിൽ പുതയുന്നുണ്ടായിരുന്നു. മെഹുൽ ഡെഡ് ബോഡിയെ വിശദമായി പരിശോധിച്ചു. അതിലെല്ലായിടത്തും ചെളി പറ്റിപ്പിടിച്ചിരുന്നു. മെഹുൽ ബോഡി എടുത്ത കുളത്തിന്റെ കരയിൽ കൊണ്ടുവച്ചു. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. എവിടെന്നെങ്കിലും കുറച്ച് വെള്ളം എത്തിച്ചു തരണം. എന്റെ കാല് മുഴുവനും ചെളി നിറഞ്ഞിരിക്കുകയാണ്. അയാൾ വെള്ളം എടുക്കുവാൻ പോയപ്പോൾ മെഹുൽ ആ ഡെഡ് ബോഡിയെ കൂടുതൽ വിശദമായി ചെക്ക് ചെയ്യുന്നു. ഐഡന്റിറ്റി കാർഡ് കിട്ടുന്നു. ഇയാളുടെ പേര് മോനു എന്നാണ്. ഇയാൾ ഒരു ബസ് ഡ്രൈവറുമാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ മെങ്കു ഒരു ബക്കറ്റ് വെള്ളം. നിങ്ങൾ ആ പേര് ശ്രദ്ധിച്ചോ? മോനു. മെഹുൽ തന്റെ കാല് വൃത്തിയാക്കുന്നു. ഈ ഡെഡ് ബോഡി ഇവിടെ കൊണ്ടിട്ടത് ഒരാൾ ഒറ്റയ്ക്കാകുവാൻ വഴിയില്ല. എന്തായാലും കൂടുതൽ ആളുകൾ ഉണ്ടാകും. ലോജിക്കൽ ആർമി, എന്തുകൊണ്ടാകും മെഹുലിനെ അങ്ങനെ തോന്നുവാൻ കാരണം? ചിന്തിക്കൂ. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇവനെ അത്രയും ദൂരം എടുത്തെറിയാൻ പറ്റുമോ? ഇതായിരിക്കും ആൻസർ. നോക്കാം. മോനുവിന്റെ മൃതദേഹം കുളത്തിന്റെ ഏകദേശം നടുക്കാണ് കിടന്നിരുന്നത്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത്രയും ദൂരം ആ ബോഡി എടുത്ത് അതായത് 3 പേർ ഒരുമിച്ച് ഡെഡ് ബോഡിയെ തൂക്കിയെറിയുകയായിരുന്നു. മെഹുൽ ഉടൻ തന്നെ ആംബുലൻസിനെ വിളിക്കുന്നു.
ഉടൻ തന്നെ ഡെഡ് ബോഡിയും എടുത്ത് ഡോക്ടർ ചന്ദനയുടെ ആശുപത്രിയിലേക്ക് പോകുന്നു. ചന്ദന എത്തിച്ചേർന്നപ്പോൾ അവിടുത്തെ ഡോർ ഒരു ലോജിക്കൽ പാസ്വേഡ് കൊണ്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ബനാന ട്രീ, മാംഗോ ട്രീ, ഓറഞ്ച് ട്രീ, പിന്നെ പോം ഗ്രനേറ്റ് ട്രീ. ലോജിക്കൽ ആർമി. എന്താ നിങ്ങൾക്ക് പറയാമോ ഇതിൽ ഓട് വൺ ഔട്ട് ഏതാണെന്ന്? ഇന്ന് നമുക്ക് ഇത്രയും മതി. ഇനി വേറൊരു ദിവസം ഇതിൻ്റെ ബാക്കി വീഡിയോ നമുക്കിടാം. അപ്പോൾ നമുക്ക് ഇത്രയും വീഡിയോ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വേറെ വഴിയില്ല ഫ്രണ്ട്സ്. നമുക്കപ്പോൾ ഇവിടെ വെച്ചങ്ങ് നമുക്ക് നിർത്താം. അപ്പോൾ ഇതിൻ്റെ മറ്റേ ഹാഫ് വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്ത് കമൻ്റ് അടിച്ചേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം ഇതിൻ്റെ തന്നെ വീഡിയോ ആണോ അതോ വേറെ വീഡിയോ ആയിട്ട് വരണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. സൈനിങ് ഓഫ് ജി ഗെയിമർ.